ലഹരി അപകടമാണ്. ലഹരിയോട് നോ പറയുക. കുട്ടികൾക്ക് കൂടുതൽ അച്ചടക്കം വേണം. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. കേൾക്കാനൊരു രസമൊക്കെയുണ്ട്, പക്ഷേ ഇതൊരു നുണയാണ്. പേടിപ്പിക്കുന്നത് ശരിക്കും ഫലിക്കുമായിരുന്നെങ്കിൽ കാലങ്ങളായി നടക്കുന്ന ഈ ലഹരിക്കെതിരായ യുദ്ധം നമ്മൾ എന്നേ ജയിക്കേണ്ടതല്ലായിരുന്നു. ശിക്ഷ കുട്ടികളെ നന്നാക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ എന്നത്തെക്കാളും വഷളായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് നമ്മൾ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? ഒരുപക്ഷെ യഥാർത്ഥ പ്രശ്നം കുട്ടികളുടേതല്ല, ഒരുപക്ഷെ അത് നമ്മുടേതായിരിക്കാം. കാരണം നമ്മൾ ലഹരിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്വന്തം വീടുകളിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചു. സമൂഹം എന്നത്തെക്കാളും തിരക്കേറിയതും ശ്രദ്ധയില്ലാത്തതുമായി മാറി. ആ ബഹളത്തിനിടയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ മറന്നത് നമ്മുടെ കുട്ടികളെ ആയിരുന്നു. മിക്ക മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ കേൾക്കാറില്ല. കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു. അവരുടെ വിഷമങ്ങളെ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. അനുസരിക്കുന്നത് മനസ്സിലാക്കുന്നതിന് തുല്യമാണെന്ന് അവർ കരുതുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കാതിരിക്കുന്ന ഓരോ തവണയും ഒരു മതിൽ രൂപപ്പെടാൻ തുടങ്ങുന്നു. ഓരോ കട്ടകൾ, ഓരോ വർഷവും. ആ കുട്ടി കൗമാരക്കാരനാകുമ്പോഴേക്കും ആ മതിൽ ഉറപ്പുള്ളതായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് മാതാപിതാക്കൾ അത്ഭുതപ്പെടും. അവൻ എന്താ ഇപ്പോൾ എന്നോട് സംസാരിക്കാത്തത്? കാരണം അവർക്ക് നിങ്ങളെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ കുട്ടികളോട് മനസ്സ് തുറക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ശരിക്കും കേൾക്കുന്നത് മനസ്സിലാക്കാനാണോ അതോ മറുപടി പറയാൻ വേണ്ടി മാത്രമാണോ? ഇത് ഫോണിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് സാന്നിധ്യത്തിൻ്റെ പ്രശ്നമാണ്, ശ്രദ്ധയുടെ പ്രശ്നമാണ്. ഇത് മാനസികമായി സുരക്ഷിതത്വമുള്ള കുട്ടികളെ വളർത്താനുള്ള ശ്രദ്ധയില്ലാത്ത ഒരു തലമുറയുടെ പ്രശ്നമാണ്. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം, അവർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രായം മുതൽ അവർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പഴയ തലമുറക്കാർ വന്ന് പറയും, ഞങ്ങളുടെ കാലത്ത് നല്ല ചൂരൽ കൊണ്ട് അടി കൊടുക്കുമായിരുന്നു. അതോടെ അവർ നേർവഴിക്ക് വരും. അവർ അത് അഭിമാനത്തോടെയാണ് പറയുന്നത്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ ചോദിക്കേണ്ട സമയമായി, ആ രീതി അത്ര മികച്ചതായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ മക്കൾക്ക് ബന്ധമില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, ഉത്കണ്ഠയുള്ള ഒരു തലമുറയെ വളർത്തേണ്ടി വരുന്നത്? അവർ മാനസികമായി ആരോഗ്യമുള്ള ഒരു തലമുറയല്ല വളർത്തിയത്. അധികാരത്തെ വിശ്വസിക്കാനല്ല, ഭയക്കാൻ പഠിപ്പിച്ചൊരു തലമുറയാണ് അവർ വളർത്തിയത്. നിശബ്ദതയെ ബഹുമാനമായും അനുസരണയെ മനസ്സിലാക്കലായും തെറ്റിദ്ധരിക്കുന്നവരെയാണ് അവർ വളർത്തിയത്. അതേ ആളുകളാണ് ഇന്നത്തെ മാതാപിതാക്കളായി മാറിയത്. ആരും കാണാത്ത, കേൾക്കാത്ത, വൈകാരികമായി ഒറ്റപ്പെട്ട കുട്ടികളെ വളർത്തുന്നവർ. ശിക്ഷ ഫലിച്ചിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കൾ അവരുടെ മക്കളെ വളർത്താൻ പാടുപെടുന്നത്? പണ്ടത്തെ കാലം മികച്ചതായിരുന്നു എന്ന് വെറുതെ നടിക്കുന്നത് നമുക്ക് നിർത്താം. ചൂരൽ അത്ര നല്ല സ്വഭാവം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇതൊരു ധിക്കാരമല്ല, ഇത് കാരണവും അതിൻ്റെ ഫലവുമാണ്. ലഹരിയെ കുറ്റം പറയുന്നതിന് മുൻപ് നമ്മൾ ഉണ്ടാക്കിയ ലോകത്തെക്കുറിച്ച് നമ്മൾക്ക് സത്യസന്ധരാകണം. കാരണം ഇന്നത്തെ കുട്ടികൾ വളരുന്നത് നമ്മൾ ജീവിച്ച ലോകത്തല്ല. അവർ വളരുന്നത് എന്നത്തെക്കാളും തിരക്കേറിയ, വേഗതയേറിയ, ഒറ്റപ്പെട്ട ഒരു ലോകത്താണ്. ശ്രദ്ധയാണ് പുതിയ കറൻസി. അതിനുവേണ്ടി എല്ലാവരും പോരടിക്കുന്നു, ഏറ്റവും പ്രാധാന്യമുള്ള ആളുകൾ ഒഴികെ. മാതാപിതാക്കളുടെ ശ്രദ്ധ മാറുന്നു, സമൂഹത്തിലെ ബന്ധങ്ങൾ കുറയുന്നു, സ്കൂളുകൾക്ക് അമിത ഭാരമാണ്. അതുകൊണ്ട് കുട്ടികൾ ബഹളത്തിന് നടുവിൽ ശ്രദ്ധ കിട്ടാതെ വളരുന്നു. കുട്ടികൾക്ക് ആരും തങ്ങളെ കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന ഒരിടം അവർ തേടിപ്പോകും. ചിലപ്പോൾ ആ ഇടം സംഗീതമായിരിക്കും, ചിലപ്പോൾ അത് കൂട്ടുകാരാണ്, ചിലപ്പോൾ അത് ലഹരിയാണ്. അവസാനം അവർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ എന്താണ് നേരിടുന്നത്? ഒരുപാട് തിരക്കുള്ള മുതിർന്നവരെ, മനസ്സിലാക്കുന്നതിന് മുൻപ് ശിക്ഷിക്കുന്ന സംവിധാനങ്ങളെ. ഞങ്ങൾ ഇതിലും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന തലമുറകളെ. എന്നാൽ അതിജീവനം എന്ന് പറയുന്നത് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു നിലവാരമാണോ? എങ്ങനെയുള്ള ഒരു ലോകമാണ് നമ്മൾ ഉണ്ടാക്കിയത്? യാഥാർത്ഥ്യത്തെക്കാൾ സുരക്ഷിതം ഒളിച്ചോട്ടമാണെന്ന് തോന്നുന്ന ഒരു ലോകം. എന്തുകൊണ്ടാണ് ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പം ഒരു ലഹരി വിൽപ്പനക്കാരനെ കണ്ടെത്തുന്നതാകുന്നു? എന്തുകൊണ്ട് തെറാപ്പിയേക്കാൾ നിശബ്ദതയ്ക്ക് മുൻതൂക്കം? കുട്ടികൾ കേൾക്കുന്നില്ലെന്ന് നമ്മൾ പറയുന്നു,
എന്നാൽ ഒരു പക്ഷേ നമ്മൾ അവരെ കേൾക്കുന്നത് നിർത്തിയത് കൊണ്ടാണോ അവർ കേൾക്കാതായത്? ഇതൊരു ലഹരിയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു കണ്ണാടിയാണ്. നമ്മൾ അവഗണിച്ച എല്ലാറ്റിൻ്റെയും, അവർ അനുഭവിച്ച എല്ലാറ്റിൻ്റെയും ഒരു പ്രതിഫലനം. ഒരു പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആ കണ്ണാടിയിലേക്ക് ധൈര്യത്തോടെ ഒന്ന് നോക്കാനാണ്.